അത് ഈ കൃഷ്ണകുമാർ ഞാൻ സാധാരണ നിലയിൽ മറുപടി പറയാൻ ശക്തനല്ല. കാരണം ശിവരാജൻ മറുപടി പറയുന്നതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ടതില്ലല്ലോ. ഇനി നാഥനില്ലാത്ത എന്നാണ് സാധാരണ നിലയിൽ പറയുക, അതിനേക്കാൾ അപ്പുറം കടത്തി പറയേണ്ടതാണ്. കൃഷ്ണകുമാറിൻ്റെ പാരമ്പര്യമൊന്നും എനിക്കില്ല. ഞാനൊരു തൊഴിൽ എക്സ്ചേഞ്ചും നടത്തുന്നുമില്ല. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചരിത്രം ബി ജെ പിക്കാർക്കറിയാം, ബി ജെ പി നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് ഇതിന് കൃഷ്ണകുമാറിനുള്ള മറുപടി ബി ജെ പിക്കാർ തന്നെ പറയുന്നതായിരിക്കും നന്നാവുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഷാഫി പറമ്പിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് തോന്നില്ലേ? ഷാഫി പറമ്പിലാണ് ചേർന്നാണ്. അത് ഷാഫി മറുപടി പറഞ്ഞോട്ടെ, പറഞ്ഞ മനസ്സിലായി. പക്ഷേ കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ മെഡിക്കൽ കോളേജ് തകരണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്തത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. അത്തരമൊരു ഘട്ടത്തിലാണ് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിലെ അന്നത്തെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇന്നത്തെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ആര്, നദ്ദ. അദ്ദേഹത്തിൻ്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ അംഗീകാരം വാങ്ങിയത്. അംഗീകാരം തരുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ ഉത്തരവ് വാങ്ങണം. ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. റദ്ദ് ചെയ്തതിൻ്റെ കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങാം, കോടതിയിൽ അനുകൂലമായ നിലപാട് ഞാൻ എടുക്കും. അങ്ങനെ കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച അപാകതകൾ പരിഹരിക്കണമെന്ന്. അതിലൊന്നായിരുന്നു അധ്യാപകരില്ലാത്തത്, സ്ഥിരം അധ്യാപകരില്ലാത്തത്. ആ അധ്യാപകരെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ചതാണ്. ആ നിയമിച്ച അധ്യാപകരെ PSC മാനദണ്ഡം അനുസരിച്ച് പുതുതായിട്ട് എടുക്കാൻ പറ്റില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള ഗവൺമെൻറ് അവരെ സ്ഥിരപ്പെടുത്തി. 191 അധ്യാപകരെ ഇൻ്റർവ്യൂ നടത്തി അവരെ സ്ഥിരപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അംഗീകാരം റദ്ദ് ചെയ്യും. കാരണം PSC മുഖേന പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അതൊന്നാം പിണറായി ഗവൺമെൻറ് ചെയ്തതാണ്. അതിലാരും ചോദ്യം ചെയ്തിട്ടില്ല. ബി ജെ പിക്കാർ ചോദ്യം ചെയ്തിട്ടില്ല, UDF ചോദ്യം ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അന്ന് UDF കാലഘട്ടത്തിൽ നിയമിച്ച 200 പേര് ഇപ്പോഴും താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. അതിന് ശേഷം നടന്ന നിയമനത്തെ സംബന്ധിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആരെ നിയമിച്ചു ആരെ നിയമിച്ചില്ല, അത് ഞാനാ നിയമിക്കുന്നതെന്നൊക്കെ കൃഷ്ണകുമാറിന് പറയാൻ സാധിക്കുന്നതിൻ്റെ കാരണം BJP തീരുമാനങ്ങൾ അദ്ദേഹമാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടായി. ഇതിന് അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ നോമിനിയുണ്ട്, ആരോഗ്യ വകുപ്പിൻ്റെ നോമിനിയുണ്ട്, DMEൻ്റെ നോമിനിയുണ്ട്, SC ഡയറക്ടറുണ്ട്, ഇവിടെയുള്ള ഫാക്കൽറ്റി HODമാരുണ്ട്. അവർ ഇൻ്റർവ്യൂ നടത്തിയിട്ട് എടുക്കുന്നതാണ്. അതിലൊന്നും ഷാഫിക്കും ഒന്നും ഇടപെടാൻ പറ്റില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഷാഫിക്ക് ഇടപെടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പറഞ്ഞ മനസ്സിലായി, എനിക്കും ഇടപെടാൻ പറ്റില്ല. ഇതൊരു കമ്മിറ്റിയാണ്. മുമ്പ് ഷാഫിൻ്റെ കാലഘട്ടത്തിൽ എടുത്തതിൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നുള്ളത് ഇവർ വിജിലൻസിൽ കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്, BJP. ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വായി തോന്നിയ ഓതൊക്കെ പാട്ട് എന്ന് പറഞ്ഞതുപോലെ എന്തായാലും ഒരു പുതിയ കണ്ടുപിടുത്തം ഞാനാണ് നിയന്ത്രിക്കുന്നത്. അതിൻ്റെ കൂടെ ഷാഫി ഉണ്ട്. അല്ല സന്തോഷം തോന്നിയാണ്. ഞങ്ങളങ്ങനെ ഒരു നിയന്ത്രണവും ഗവൺമെൻറ്റിനപ്പുറം ഒരു ബാഹ്യശക്തികളൊന്നും ഇവിടെ ഉണ്ടാകില്ല. മാത്രമല്ല, ഇത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള പട്ടികവർഗ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം നടത്തുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. അവിടെ 20 അംഗ കമ്മിറ്റിയാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. അതിലേക്ക് വാരം പോയിട്ട് സ്വാധീനിച്ചെന്നൊക്കെ പറഞ്ഞാൽ തലക്ക് ശരിയായ ബോധമുള്ള ഒരാൾ നടത്തില്ല. പറയാ ആവർത്തിക്കാതിരിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. അത്രയും ഞാൻ പറയും. അല്ല വല്ലട്ടോ, ഏറ്റവും അവസാനേ ഇപ്പം നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. സംസ്ഥാന സമ്മേളനം തുടങ്ങിയാണ് 6-ാം തീയതി. ഒരു ഓർമ്മയുണ്ടല്ലോ, പണ്ട് ഒരു കൊല്ലത്തൊരു മത്സരം നടത്തിയൊരു ഓർമ്മ വലട്ടുണ്ടല്ലോ.
ഇത് അത്തരത്തിലൊരു ഐക്യത്തോടു കൂടിയുള്ള സമ്മേളനം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് ഇല്ലാന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞു നടന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതിന് വിരുദ്ധമല്ലേ ഇപ്പോൾ പറഞ്ഞത്. പണ്ട് ഒരു ഓർമ്മ ഉണ്ട്. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അജണ്ടയാണ്. പിന്നെ അതിൽ ചിലർ മത്സരിച്ചിട്ടുണ്ടാവും, ചിലർ തോറ്റിട്ടുണ്ടാവും. അതൊന്നും ഇപ്പോൾ പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. മത്സരം ഉണ്ടാവും, തോക്കലും ഉണ്ടാവും, ജയിക്കലും ഉണ്ടാവും. കാരണം മത്സരം എന്ന് പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അജണ്ടയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ട ഉണ്ടല്ലോ, കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അത് സമ്മേളനം അംഗീകരിക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു അജണ്ടയായിട്ട് വെച്ച് കഴിഞ്ഞാൽ മത്സരം ഉണ്ടാവും. അതിലേക്കേവാലം മത്സരിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആർക്കും മത്സരിക്കാം. പതിവിന് വിരുദ്ധമായിട്ട് വലിയ ഐക്യത്തോടുകൂടിയിട്ടുള്ളൊരു സമ്മേളനം. വലിയ ഐക്യമൊന്നും മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റത്തിലെ അതിനിർണായകമായ ഒരു സമ്മേളനമായിരിക്കും കൊല്ലത്ത് ചേരുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം. അതിൻ്റെ ഭാഗമായി ഇപ്പം നടന്ന 14 ജില്ലാ സമ്മേളനങ്ങൾ വലിയ പ്രതീക്ഷയാണ് പാർട്ടിക്ക് നൽകുന്നത്. കാരണം അതിൽ നടന്ന ചർച്ചകൾ, അതുപോലെ തന്നെയുള്ള തീരുമാനങ്ങൾ, ഭാവി പരിപാടികൾ, ഇതൊക്കെ ആരോഗ്യകരമായിരുന്നു. വലിയ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പം വ്യാപകമായി നിങ്ങൾ കാണുന്ന ഇടതുപക്ഷം വരും എന്ന പ്രചരണം. അതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് മിനിഞ്ഞാന്ന് നടന്ന കളക്ടറേറ്റ്, നമ്മളെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലുള്ള മാർച്ചും അനുബന്ധമായിട്ടുള്ള കാൽനട ജാഥകളും. അതൊന്നും ഞങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ജനങ്ങളെയാണ് അതിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ, മിനിഞ്ഞാന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 30 വാർഡിൽ 17 വാർഡ് ഞങ്ങൾ ജയിച്ചു, 12 വാർഡിൽ UDF ജയിച്ചു. കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് SDPI തമ്പിങ് മെജോറിറ്റിയിൽ പിടിച്ചെടുത്തു. എന്നിട്ടും കോൺഗ്രസും പറയുന്നത്, ഇന്നലെ ചന്ദ്രിക പത്രവും പറയുന്നത് UDFൻ്റെ അതിഗംഭീരമായിട്ടുള്ള നേട്ടമെന്നാണ്. എന്താ അതിനൊക്കെ പറയുക?